മൊഡ്യൂൾ 4 അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ മൊഡ്യൂൾ 4 ഫിലിം ക്രിറ്റിസിസം ആൻഡ് റിവ്യൂ എലിമെൻറ്റ്സ് ഓഫ് ഫിലിം ക്രിറ്റിസിസമാണ് ഫസ്റ്റ് നോക്കുന്നത്. ഫിലിം ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഫിലിമിനെ ആർട്ടിസ്റ്റിക്കലി അല്ലെങ്കിൽ കൾച്ചറലി അല്ലെങ്കിൽ ടെക്നിക്കലി അതിൻ്റെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഒരു ഗുഡ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സിനിമയെ നമ്മൾ നിരൂപണം ചെയ്യാൻ. അതായത് നറേറ്റീവ് നോക്കുക, സ്റ്റൈല് നോക്കുക, കൾച്ചറൽ ഇമ്പാക്റ്റ് നോക്കുക, ഐഡിയോളജിക്കൽ മെസ്സേജസ് നോക്കുക. അപ്പോൾ വാട്ട് ഇസ് ജോണർ? ഫിലിം എന്ന് പറയുന്നത് ഒരുപാട് ജോണേഴ്സിൽ പെടുന്നൊരു കാര്യമാണ്. അതായത് ഒരുപാട് ടൈപ്സ് ഓഫ് ജോണേഴ്സ് ഉണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലറുണ്ട്, ഹൊററുണ്ട്, സ്കൈഫൈ ഉണ്ട്. സ്കൈഫൈ എന്ന് വെച്ചാൽ സയൻറ്റിഫിക് ഫിക്ഷൻ ഉണ്ട്. ഇതെല്ലാം ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചാണ് ഓരോ ഫിലിംസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഫിലിമും ഈ ജോണറുമായിട്ട് 100% നീതി പുലർത്തുന്നുണ്ടോ, എങ്ങനെയാണ് ഈ ജോണറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഓരോ ഫിലിംസിനകത്തും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഒരു ഫിലിം ക്രിറ്റിസിസത്തിനകത്ത് നമ്മൾ നോക്കുന്ന എലിമെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൊറർ ഫിലിം എന്നുള്ള ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഹൊറർ ഫിലിമുണ്ട്. അതിനകത്ത് സോഷ്യൽ തീംസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൊറർ തീംസും ഉണ്ട്. ദെൻ ഐഡിയോളജി എന്ന് വെച്ചാൽ എന്താണ് ഫിലിമിൽ? ഈ ഓരോ ഫിലിമിനകത്തും ഇപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടോ സോഷ്യലായിട്ടോ കൾച്ചറൽ മെസ്സേജസോ ഏതെങ്കിലും ഫിലിമിനകത്ത് ഉണ്ടെങ്കിൽ അതിനെ എക്സാമിൻ ചെയ്യുന്നതാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫിലിംസിന് ഈ പാരസൈറ്റ് പോലെയുള്ളൊരു ഫിലിമുണ്ട്, പാരസൈറ്റ്. ഈ പാരസൈറ്റിനകത്ത് എക്കണോമിക് ഇനിക്വാളിറ്റിയാണ് എക്സാമിൻ ചെയ്ത ആ ഒരു ഫിലിം എന്ന് പറയുന്നത്. സോ ഫിലിംസിന് ശരിക്കും പറഞ്ഞാൽ ചലഞ്ച് ചെയ്യാനും സാധിക്കും, റീഇൻഫോഴ്സ് ചെയ്യാനും സാധിക്കും ചില കാര്യങ്ങൾ. ഇനി ഫിലിമും കൾച്ചറും എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഫിലിംസ് എന്ന് പറയുന്നത് ആ സമയത്തെ ടൈം അല്ലെങ്കിൽ പ്ലേസ്, അതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ഥലത്ത്, അതായത് ഒരു പ്രത്യേക ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ് നടത്തിയെങ്കിൽ അതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കൾച്ചറൽ ഡീറ്റെയിൽസ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഫിലിംസിന് സാധിക്കും. കൾച്ചറൽ വാല്യൂസിനെ കുറിച്ചോ ട്രഡീഷൻസിനെ കുറിച്ചോ കോൺഫ്ലിക്ട്സിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഫിലിം ക്രിറ്റിസിസം പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്ലം ഡോഗ് മില്യണർ എന്നുള്ള ഫിലിം, അതിനകത്ത് ഇന്ത്യൻ പോവർട്ടിയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല വെസ്റ്റേൺ സ്റ്റീരിയോ ടൈപ്സ് നമുക്ക് അതിനകത്ത് പഠിക്കാൻ സാധിക്കും. ഇന്ത്യയെക്കുറിച്ചുള്ള വെസ്റ്റിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നും എങ്ങനെയാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അവരെന്നും നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നരേഷൻ എന്ന് പറഞ്ഞ എലിമെൻ്റ് എന്താണ്? നരേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റോറിയെ എങ്ങനെയാണ് ആ ഫിലിമിൽ പറഞ്ഞു പോയിരിക്കുന്നത്. നറേറ്റർ ആരാണ്? ഓക്കെ. ദെൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? സിനിമാറ്റോഗ്രഫി വരും. സിനിമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ ക്യാമറ ആംഗിൾ, ലൈറ്റിങ്, അതുപോലെ തന്നെ കോമ്പോസിഷൻ എങ്ങനെയാണ്. പിന്നെ എഡിറ്റിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലോട്ട് പോകുമ്പോൾ ഉള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് എങ്ങനെയാണ് വരുന്നത്. സൗണ്ട് എന്ന് പറയുമ്പോൾ മ്യൂസിക് വരും, സൗണ്ട് എഫക്റ്റ് വരും, പിന്നെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മോഡും വരും. ആക്ടിങ്, പെർഫോമൻസസ് എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൻ്റെ ഒറിജിനാലിറ്റി ഉണ്ടോ. പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് വെച്ചാൽ സെറ്റ്, കോസ്റ്റ്യൂം, പിന്നെ വിഷ്വലായിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ ഇല്ലേ ഫിലിമിൽ, അതാണ് പ്രൊഡക്ഷൻ ഡിസൈനകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു റൈറ്റ് എ ഫിലിം റിവ്യൂ ബേസ്ഡ് ഓൺ ജോൺ ഹേവേർഡ്സ് അപ്രോച്ച്. അപ്പോൾ നമ്മളത് നോക്കാൻ പോവാണ് അടുത്തത്. ജോൺ ഹേവേർഡ് ഒരു അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഫിലിമിനെ നമ്മൾ എങ്ങനെ റിവ്യൂ നടത്തണം എന്നുള്ളത്. അപ്പോൾ അതായത് ഫിലിം റിവ്യൂ എന്ന് വെച്ചാൽ എന്താ, ഒരു മൂവിയെ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നു. അതിൻ്റെ വേരിയസ് എലമെൻസിനെ നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ മെറിറ്റ് എന്താ, ഡിമെറിറ്റ് എന്താണെന്ന് നമ്മൾ റീഡേഴ്സിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ടെക്നിക്സ് വെച്ചാണ് നോക്കാം. ഫസ്റ്റ്, ഈ ഫിലിം റിവ്യൂ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ? അതിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ എസെൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക. അതായത് ടൈറ്റിലിനെ കുറിച്ചും ഡയറക്ടറിനെ കുറിച്ചും സംസാരിക്കുന്നത്. അതായത് നെയിം ഓഫ് ദ മൂവി എന്താണെന്ന് പറയുക, അതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് പറയുക, പിന്നെ ആക്ടേഴ്സ് ആരാണെന്ന് മെൻഷൻ ചെയ്യുക, ലീഡ് ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ റിലവൻസ് എന്താണെന്ന് പറയുക. ഇനി അത് ഏത് ജോണറിൽ പെട്ട ഫിലിമാണ്, അത് ഏത് ടാർഗറ്റ് ഓഡിയൻസിനുള്ളതാണ്, അതായത് ഹൊററാണോ, കോമഡിയാണോ, ഡ്രാമയാണോ, അതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെങ്കിൽ അങ്ങനെ, അഡൾട്ടിനാണെന്നുണ്ടെങ്കിൽ അഡൾട്ട്, അങ്ങനെ. ഇനി ഒരു മിനി സമ്മറി പറയുക, ഫിലിമിൻ്റെ സമ്മറി പറയുക, പക്ഷേ ഒരുപാട് റിവീൽ ചെയ്യരുത്. ദെൻ ഇതിനകത്ത് എൻഗേജിങ് ആയിട്ടുള്ള എലിമെൻ്റ് എന്താണെന്ന് നമ്മൾ പറയുക. ഇതിനകത്തുള്ള വരുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. ഓക്കെ. ദെൻ പിന്നെ എന്ത് പറയണം? സമ്മറി. അതായത് സമ്മറി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്ലോട്ടിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രൈമറി സ്റ്റോറി ലൈനോ അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണെന്നും സ്പോയിലേഴ്സൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ റിവീൽ ചെയ്യുക. പിന്നെ കീ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയുക, സെൻട്രൽ ഫിഗേഴ്സും അവരുടെ റോൾസ് എന്താണ് സ്റ്റോറിയെന്നും, പിന്നെന്താണ് ഈ
റീഡേഴ്സ്, അതായത് ഈ ഫിലിം റിവ്യൂ വായിക്കുന്ന റീഡേഴ്സിൻ്റെ അടുത്ത് ഓവറായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പറയരുത്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ടുകൾ മാത്രമേ നമ്മൾ പറയാവൂ. ദെൻ അടുത്തത് അനാലിസിസ് എങ്ങനെ വേണം. അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നറേറ്റീവാണ് നോക്കേണ്ടത്. സ്റ്റോറി ലൈൻ എങ്ങനെയാണ്, അതിനൊരു ഓർഡർ ഉണ്ടോ, ഒറിജിനാലിറ്റി ഉണ്ടോ, ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന്. ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ടറിൻ്റെ സ്റ്റൈലും വിഷനും അതിനകത്ത് വന്നിട്ടുണ്ടോ. സിനിമാറ്റോഗ്രഫി എന്ന് വെച്ചാൽ വിഷ്വൽ പ്രസൻറ്റേഷനും ക്യാമറ ആംഗിളും ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും വന്നിട്ടുണ്ടോ നല്ലപോലെ. ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ പെർഫോമൻസ് അപ് ടു ദ മാർക്കാണോ. സൗണ്ട് ട്രാക്ക്, അതായത് മ്യൂസിക്കും സൗണ്ടും എങ്ങനെയുണ്ട്. പിന്നെ കമ്പാരിസൺ, ഈ മൂവിയും മറ്റ് സിമിലർ വർക്ക്സുമായിട്ട് കമ്പയർ ചെയ്യുക. അടുത്ത കൺക്ലൂഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ സമ്മറൈസ് ചെയ്യണം. ഫിലിം റിവ്യൂവിൽ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ സമ്മറൈസ് ചെയ്യുക. അതായത് ഈ ഫിലിം നമ്മൾ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതിനുള്ള റീസൺസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് പറയുക. അതായത് ഫിലിമിൻ്റെ ഹൈലൈറ്റ് എന്താണ്, ഡ്രോബാക്സ് എന്താണ്. പിന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് ഈ ഫിലിമിൻ്റെ, ഇതാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഫിലിം ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുക. അടുത്ത എന്താണ്, ഒരു മെമ്മറബിൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് വെച്ചിട്ട് ഫിലിം റിവ്യൂ അവസാനിപ്പിക്കുക. അതായത് 5 സ്റ്റാർസിൽ എത്ര സ്റ്റാർസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുക. പിന്നെ ലിംഗ്വിസ്റ്റിക് ടിപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, അഡ്ജക്റ്റീവ് യൂസേജ്, അതായത് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മളൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു പെർഫോമൻസ് ആണ്, ഒരു സ്പ്ലെൻഡർ പെർഫോമൻസ് ആണ്, അങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. ലാംഗ്വേജ് വെറൈറ്റി യൂസ് ചെയ്യുക, അതായത് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫ്രേസസ് യൂസ് ചെയ്യാതിരിക്കുക. സിനോണിംസ് എംപ്ലോയ് ചെയ്യുക, അങ്ങനത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പറയാൻ. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യരുത്, ഫിലിം റിവ്യൂവിനകത്ത് പറയരുത്.